മനോഹര തീരം. പുത്തൻ പ്രതീക്ഷയുടെയും തിളക്കമാർന്ന പ്രത്യാശയുടെയും ആഘോഷമാണ് ഓണം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നണയുന്ന ഉത്സവകാലം. ഓരോ ഓണക്കാലവും കഴിഞ്ഞാൽ മലയാളികളുടെ അടുത്ത ഓണത്തിനുള്ള തിരക്കും ഒരുക്കങ്ങളും തുടങ്ങുകയായി. പ്രവാസ ലോകത്തും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ഓരോ ഓണം കഴിഞ്ഞാലും ദൈർഘ്യം കുറഞ്ഞു വരുന്നു എന്ന് വേണം പറയാൻ. കാരണം നാട്ടിലെ ഓണം അവസാനിച്ച് പിന്നെയും ഒരു മാസം കഴിഞ്ഞാണ് പ്രവാസ ലോകത്ത് ഓണം അവസാനിക്കുന്നത്. ഓണത്തിന് മുമ്പേ ഇവിടെ ഓണത്തിനുള്ള ഒരുക്കങ്ങളും ആഘോഷങ്ങളും തുടങ്ങുകയായി. ഇന്ന് ഓണം ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഗൾഫ് ചന്ദ്രികയുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രവാസ ലോകത്തെ ഒരു കൂട്ടം വീട്ടമ്മമാരാണ്. നമുക്ക് ഇവിടെ ഓണം വിശേഷങ്ങൾ കേട്ടാലോ. ഇപ്പോൾ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരുപാട് കൂട്ടങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഇവര് എല്ലാ ആഘോഷങ്ങളും ഇവിടെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജാതിമത ഭേദമന്യേ ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഓണായാലും ഒക്കെ ആഘോഷിക്കുന്നവരാണ് ഇവിടുത്തെ ആളുകൾ, അല്ലേ ചേച്ചി? അതെ, ഇവിടെ ഇപ്പൊ അങ്ങനെയാണ്. ഇവിടെ ജാതിഭേദ ഭേദമന്യേ ലേഡീസിന്റെ തന്നെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. അവരെയും വീട്ടിലിരുന്ന് അവര് മുഷിയാതിരിക്കുക, അവർക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു നല്ല ആക്റ്റീവായിട്ടിരിക്കണം. ഞങ്ങൾക്ക് ഡിസംബർ വരെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസായിട്ട് ഓണം പ്രോഗ്രാംസായിട്ട് ഇങ്ങനെ പോകും. ഞങ്ങൾക്ക് മഞ്ചീരം എന്ന് പറഞ്ഞ ഒരു ലേഡീസിന്റെ ഒരു ടീമുണ്ട്. പിന്നെ ഞങ്ങൾ പല പല സംഘടനകളിലും ഇങ്ങനെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. With getting the festive spirit of Kerala here by celebrating the cultural programs, Onam Sadhya, Pookalam, and all get together and make the Sadhya a big. We all get together. നമ്മുടെ മസ്കറ്റ് ഓണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് ആണ്. ഭയങ്കര നമുക്ക് ലേഡീസിന് നമുക്ക് ട്രഡീഷണൽ വെയറും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഒക്കേഷനാണ് ഈ ഓണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നത് പോലെ വെറും 10 ദിവസത്തിനുള്ളിൽ ചുരുങ്ങുന്നതല്ല പ്രവാസ ലോകത്തെ ഓണാഘോഷങ്ങൾ. ഏകദേശം ഓഗസ്റ്റിൽ തുടങ്ങി ഡിസംബർ വരെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് ഇവിടെ. കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഓണം ആഘോഷിച്ചിട്ട് അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലും കുടുംബത്തോടെ നമ്മുടെ കസിൻസും എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കത്തില്ലേ, ആ ഓണമാണ് എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ളത്, മറക്കാനാവാത്ത ഓണം. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 19 ആൾക്കാർ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ കാണും. അവരൊക്കെ ആയിട്ടുള്ള ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരും ഇല്ല. എല്ലാവരും വിഭജിച്ച് പോയ കാരണം നമ്മൾ പണ്ടത്തെ ആ ഓണം ഇപ്പോഴും കിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആ ഓണം എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഓണത്തിൽ അതേ ദിവസം എല്ലാ ഫാമിലീസും കൂടി ഒരുമിച്ചിരുന്ന ഓണാഘോഷം, അതൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ഓണപ്രതീതി കിട്ടാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ ഈ അസോസിയേഷൻ്റെ കൂടെ കൂടുമ്പോഴാണ് ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് സദ്യ. നമ്മൾ സാധാരണയായി ഞങ്ങൾ തെക്കൻ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. സാധാരണയായി നമ്മൾ ഓണത്തിന് ഒരുക്കുന്നത് തെക്കൻ കേരളത്തിൻ്റെ വിഭവങ്ങളാണ്. പക്ഷേ നമ്മളുടെ ഗൾഫ് നാട് വന്നതിന് ശേഷമാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ രുചി വിഭവങ്ങളും ചേർന്നൊരു സദ്യയാണ് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവാസികൾ അണിയിച്ചൊരുക്കുന്നത്. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന എല്ലാ മലയാളികൾക്കും പ്രവാസികൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഓണാശംസകൾ.